ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ. എണ്ണയിലൊന്നും മുക്കി കഴിക്കാതെ നോമ്പെടുത്ത ഡോക്ടർമാർ തന്നെ നമ്മളോട് കഴിക്കാൻ പറയുന്നതാണ് കേട്ടോ ഈ ഒരു പലഹാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുക്കുക. 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് പിഞ്ചിപ്പിട്ട് കൊടുക്കുക കേട്ടോ. 2 സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 2 സ്പൂണ് മൈദ ഇട്ടിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. 2 സ്പൂണ് ഗോതമ്പ് പൊടി, 2 സ്പൂണ് ഓട്സ് ആണ് കേട്ടോ. 3 മുട്ട പിഞ്ചി ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കുക കേട്ടോ. പാൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനാണ്. കണ്ടില്ലേ? സവാള ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാള ഗ്രേറ്റ് ചെയ്തെടുത്തു. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. കാബേജ് കേട്ടോ. കാബേജും ഗ്രേറ്റ് ചെയ്തെടുക്കുക. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ് ഈ ഒരു കണ്ടില്ലേ? എല്ലാവർക്കും കഴിക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത് ഉണ്ടാക്കി കഴിക്കാൻ. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, ചിക്കനുണ്ട്. ചിക്കൻ കുറച്ച് നാരങ്ങ ജ്യൂസും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. എണ്ണയിൽ നോമ്പിട്ടുകൊണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കൊന്നും കഴിക്കാതിരിക്കുക. പോലെ ഉണ്ടാക്കി കഴിക്കാൻ. സവാള ഇട്ടെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വെളുത്തുള്ളി പേസ്റ്റുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. അപ്പോൾ നന്നായി മാറ്റി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില, കാബേജ് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. നമുക്കിത് കുറച്ച് കുരുമുളക് ഇടണം. ഒന്ന് വേണമെന്ന് വരട്ടെ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിച്ചത് പെപ്പർ പൗഡർ നന്നായി വഴറ്റി കൊടുക്കുക. മസാലയ്ക്ക് പിഞ്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ല മാവക്ക് പ്ലേറ്റിൽ നന്നായി നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. ഒരാൾ പാത്രത്തിൽ വെക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ വെക്കാം. ഫില്ലിങ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് മാവൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. മാവ് ഒന്നുകൂടി സെറ്റായി വരണം കേട്ടോ. എന്നിട്ട് വേണം കേട്ടോ ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ.
സേമിയ ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ ആവുന്ന ഇതിൽ ഒഴിച്ചെടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇതേപോലെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടത്, കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. കുറച്ച് സേമിയ ഇട്ടെടുത്തു കേട്ടോ. ചീസ് ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാൻ മൂടി വെച്ച് ആവി കയറ്റി